ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഇത്തവണ എന്തായിരുന്നു ബിസിനസ്? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പോലത്തെ ആപ്പൂപ്പ ബിസിനസ് ഒന്നുമല്ല. മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യൻ നടൻ ദിലീപ്. കൊതുകേടിയുള്ളൊരു കൂട്ടായി. ഒറ്റയ്ക്കാവാണ്ടിരിക്കാനാ വന്നത്. ഈ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി, ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഇവനാളൊരു സകല എന്തോടാ വല്ലഭൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. എന്റെ തല ചുറ്റി തുടങ്ങി. നമ്മൾ എങ്ങനെ ഇതിന് രക്ഷപ്പെടും? നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. അയ്യോ അത് ഞാനല്ല. അപ്പൊ പിന്നെ ബാക്കിയല്ല താനാണോ? അയ്യോ അതും ഞാനല്ല. പഴയ കേസ് എന്റെ തല കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമ ദിലീപ് എന്ന നടന്റെ നടിയാക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിന്റെ കൈകളിലായിരുന്നു ഇതിന്റെ കടിഞ്ഞാൺ. That man is a classic criminal and is scot free. അത് AMMA എന്ന സംഘടനയായാലും മറ്റ് സിനിമാ മേഖലയിലെ സംഘടനകളായാലും അതിന്റെ നിയന്ത്രണം ദിലീപിന്റെ കൈവശമായിരുന്നു. കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാ. എപ്പോഴും മീറ്റിംഗ് ആണേ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ആ ഘട്ടത്തിൽ ഏതാണ്ട് 2017 വരെ നടി ആക്രമിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 17 സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ. ഏതാണ്ട് ആ ഘട്ടം വരെ ദിലീപിന്റെ കൈകളിലായിരുന്നു ഈ സംഘടനകൾ അല്ലെങ്കിൽ സിനിമാ ലോകമാകെ. പെട്ടു.